ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ചായക്ക് വെള്ളം വെച്ച് നേരെ അതങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. അപ്പം ചായൻ്റെ വെള്ളം തിളക്കുമ്പോഴേക്കും ഞാൻ പത്തിരിയിലേക്കുള്ള മാവ് റെഡിയാക്കട്ടെ. അപ്പോൾ പത്തിരിയിലേക്ക് ഞാൻ നിന്ന് ചോറ് കൊണ്ടുള്ളൊരു പത്തിരിയാണ് ഉണ്ടാക്കുന്നത്, ഒരു കൈപ്പത്തിരി. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. അധികം വെള്ളമൊന്നും ഒഴിക്കാൻ കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ നല്ല ലൂസായി പോകും. ഒന്ന് ജസ്റ്റ് വെള്ളം ഒരു ഇത്തിരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചോറ് ക്രഷ് ചെയ്തെടുക്കാം. നല്ല ഇങ്ങനെ അലിഞ്ഞ പോലെ അടിച്ചെടുക്കേണ്ടേ, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ആ അടിച്ച എങ്ങിയിലേക്ക് കുറച്ച് അതിന് പാകത്തിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കാം, നമ്മുടെ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈപ്പത്തിക്ക് എന്താ പറയുക, ഉരുളാക്കാൻ പറ്റിയ സൈസിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തേ വേണ്ട കേട്ടോ, കാരണം നമ്മൾ ആ ചോറ് അടിച്ച നനവ് തന്നെ ഉണ്ട് ധാരാളം. അതിൽ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാകത്തിലാക്കി എടുക്കുന്നത്. കണ്ടോ, ഇപ്പം റെഡിയായി വന്നില്ലേ. ഇനി നമുക്ക് അത് റെഡിയാക്കി അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിനി ഒന്ന് മുറ്റടിച്ചരിക്കട്ടെ. സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകണം. നായി ചിലപ്പം രാത്രി കയറിയിരിക്കും. അപ്പം സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകി മുറ്റമൊക്കെ ഒന്ന് വെള്ളം കൊടിഞ്ഞ് നല്ല പൊടി പാറും. അപ്പോൾ വെള്ളമൊക്കെ കൊടിഞ്ഞ് ഒന്ന് മുറ്റടിച്ചരിക്കട്ടെ. അങ്ങനെ മുറ്റം കാരണം ഇന്ന് വെള്ളിയാഴ്ച ആണ്. അപ്പം ഒന്ന് ഇടവഴിയൊക്കെ അടിച്ചാറാണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഞാൻ അടിച്ചാറാൻ പോയത് വീഡിയോ എടുത്തിട്ടില്ല. മുറ്റം മാത്രം അടിച്ചാറിനോ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിലേക്ക് അടിച്ചാറാൻ വന്നപ്പോൾ നമ്മൾ ബാക്കിലുണ്ട് നമ്മളെ മാങ്ങ തൊയിങ്ങെടുക്കുന്നുണ്ട് കേട്ടോ, കന്നിമാങ്ങ. അപ്പോൾ ഞാൻ ഇത് ഡെയിലി ഇത്ര വലുപ്പമുള്ള ആ ഒരു മാങ്ങ ഞാൻ അടുത്തേക്ക്, ഇതിൻ്റെ ചെറുതും തൊയിങ്ങി കിടക്കാറുണ്ട്, പക്ഷേ ഇത്ര വലുപ്പമുള്ള ഞാൻ അടുത്തേക്കുണ്ട് ഉപ്പിലിടാൻ. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചാൽ ചീരാമുളകും കൂട്ടി വെണ്ടി ചോറിൻ്റെ കൂടെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചേക്കണേ. അപ്പോൾ ഞാൻ എന്താക്കി 2 കല്ല് വെക്കും. ഞാൻ പത്തിരി ചപ്പാത്തി ആയാലും ദോശ ആയാലും ഞാൻ ചുടുമ്പോൾ 2 കല്ല് വെക്കും രാവിലെ ചുടുമ്പോൾ. കാരണം ആകുമ്പോൾ വേഗം കഴിഞ്ഞോളും. അല്ലെങ്കിൽ ഒരു കല്ല് വെച്ചാൽ ഇത് കുറേ ടൈം എടുക്കും ഇങ്ങനെ ചുട്ട് കഴിയുമ്പോഴേക്കും. കാരണം ചെറുത് പോവാണ്ട്, പിന്നെ +2 പഠിക്കുന്ന മോൻ പോവാണ്ട്, അങ്ങനെ പിന്നെ ഹസ്ബൻഡ് പോവാണ്ട്, അപ്പം പെട്ടെന്നും കൂടെ എല്ലാവർക്കും കൂടി ആയി കിട്ടില്ല. അപ്പോൾ ഞാൻ 2 കല്ല് വെച്ചിട്ടാണ് ഞാൻ ആക്കുക. അപ്പോൾ അതാ നമ്മളെ കല്ലിൽ ഞാൻ ആ പത്തിരി കണ്ടില്ലേ, കൈ നനച്ചിട്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. 2 കല്ലിൽ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ പാകത്തിനനുസരിച്ച് കട്ടി എത്രത്തോളം കുറഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ പത്തിരിക്ക്. കട്ടി വേണ്ട, കട്ടി ഉണ്ടാകുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു വേവാത്ത പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ കട്ടി കുറച്ചിട്ട് പരുത്ത്, എന്നിട്ട് നല്ല നെരിഞ്ഞ് ചുട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല നെരിഞ്ഞ് മീൻസ് മൊരിഞ്ഞ മാതിരി, മനസ്സിലായില്ലേ, ആ ഒരു ടൈപ്പിൽ ചുട്ടെടുക്കാം. അപ്പം നമ്മളെ പത്തിരി ചുടലൊക്കെ ബാക്കി ഇങ്ങ് ചുടാനുണ്ട്, എന്നാലും മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താക്കി അടിച്ചാരാൻ ഇറങ്ങുകയാണേ. കൊലായൊക്കെ ഒന്ന് അടിച്ചാരി, അത് കഴിഞ്ഞിട്ട് അകൊക്കെ അടിച്ചാരിയിട്ട് ബാക്കി പണിക്ക് ഇറങ്ങണം. അടിച്ചാരി വെച്ച് പോയാൽ പിന്നെ സമാധാനമായി, പിന്നെ നമുക്ക് ബാക്കിയുള്ള പണി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് തുടക്കാൻ നിന്നാൽ മതിയല്ലോ. അപ്പോൾ മാറാമ്പിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ തട്ടിയെടുക്കാൻ, നമ്മളെ വീടിൻ്റെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊടി നല്ലോണം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം എങ്ങനെ ആയാലും അപ്പോൾ ആ റോഡ് പണി കഴിഞ്ഞാലും ഇനിയിപ്പോൾ നനച്ചുള്ളി പണി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പാത്രം കഴുകട്ടെ. പാത്രം കഴുകുന്നതൊരു ട്രിക്കാക്കി എടുത്തതാണ് കൈ വെച്ചിട്ട്, പക്ഷെ കുറേ നേരമായിപ്പോയി. അപ്പോൾ അതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് സെറ്റാക്കി ബേസൊക്കെ കഴുകി സുന്ദര കുട്ടപ്പനാക്കി ബേസിനെ. അത് കഴിഞ്ഞിതാ മോൻ ഇന്നലെ ടൂറ് പോയിന്. അപ്പോൾ ടൂറ് പോയിട്ട് അവിടുന്ന് വെള്ളത്തിൽ കളിച്ച ഡ്രസ്സും പിന്നെ ആ ബാഗും അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണേ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ 2-3 ഡ്രസ്സ് വേറെയുണ്ട് കഴുകാൻ, അതും കഴുകാൻ. ഞാനെപ്പോഴും കല്ലുമ്മലൊന്നും കഴുകാറില്ല കേട്ടോ, ഞാൻ മെഷീനിലാണ് അധികം ഇടൽ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് കഴുകിയിടും. അപ്പം ഞാനെന്താ എൻ്റെ പത്തിയുടലൊക്കെ കഴിഞ്ഞതല്ല, അപ്പോൾ പിന്നെ ഒന്ന് റാക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ. ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പണി തുടങ്ങുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആകില്ല. അത് ഈ പരന്ന് കരുതി നാറിച്ച് പോകുമ്പോൾ എനിക്കെന്തോ ചടപ്പാണ്. നല്ല ചീരകമാണ്, അതൊന്ന് കഴുകിയിടാനുള്ളതാണ്. എന്നാൽ വേഗം പൊടിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പം ഇതാ പത്തിരി ഇതാ കണ്ടോ, പത്തിരും തലേന്നത്തെ മുളയാറും മുളക് ഇട്ടതാണേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയില്ല, നല്ല മൊരിഞ്ഞ് ചുട്ടെടുക്കണം കട്ടിയില്ലാതെ, അപ്പോൾ നല്ല ടേസ്റ്റാണ്.
അപ്പം ഞാൻ പത്തിരിയൊക്കെ തിന്ന് കഴിഞ്ഞ് ഇനി ഞാൻ തിരുമ്പാൻ ഇറങ്ങുകയാണേ. അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് ഫോണ് പിടിക്കലും ഒരു കൈ കൊണ്ട് തിരുമ്പലും കൂടിയായിട്ട് ഒരു എയിം കിട്ടുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ തിരുമ്പണത് വീഡിയോ എടുത്തതാണ്. അപ്പം തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ പോലെ എൻ്റെ 2 ഡ്രസ്സും ഉണ്ടായിരുന്നു, മോൻ്റെ ഡ്രസ്സൊക്കെ അത്രേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, കുറച്ചേ ഉള്ളേനു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കല്ലിലിട്ട് ഒന്ന് കുത്തിയെടുത്ത് പിന്നെ അതാ ഒലുമ്പാണ്. ഞാൻ പോലെ ഒരു കയ്യിൽ ഫോണാണ്, അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കുകയാണ്. ഞാൻ നല്ലോണം പിന്നെ ഒലുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒലുമ്പലൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ മോൻ്റെ ബാഗ് കഴുകിയിടാം. നല്ല ടൂറ് പോകുമ്പോൾ കൊണ്ടുപോയതല്ല, അവിടെയും ഇവിടെയൊക്കെ ഇട്ട് കളിക്കുന്ന. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും തിങ്കളാഴ്ച സ്കൂളിൽ, ഇനി ചൊവ്വാഴ്ച സ്കൂളുണ്ടാവാം, അപ്പം കൊണ്ടുപോകാമല്ലോ. ഇന്ന് പിന്നെ ടൂറ് പോയെന്ന ക്ഷീണത്തിന് ഇന്ന് സ്കൂൾ പോയില്ല. അപ്പോൾ അതാ തിരുമ്പലും കഴുകലെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ തുടക്കാൻ പോവാം.